വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ഘടകങ്ങളിൽ ആലോചനയോ ചർച്ചയോ കൂടാതെയാണ് കാലേ കൂട്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പാർട്ടി മുഴുവൻ കയ്യിലുണ്ടായിട്ടും നരേന്ദ്രമോദിയും അമിത്ഷായും പോലും ഈ ധൈര്യം കാണിച്ചിട്ടില്ല. മാത്രമല്ല, സംസ്ഥാന ഘടകമല്ല ദേശീയ നേതൃത്വമാണ് ബി.ജെ.പിയിൽ സാധാരണ നിലയിൽ നിയമസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായപ്പോൾ കീഴ്വഴക്കങ്ങൾ ഒരുപക്ഷെ ബി.ജെ.പിയിൽ മാറിയിട്ടുണ്ടാകാം. 100% ഞാൻ മത്സരിക്കും. ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി പറയാൻ നിയമം കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ മത്സരിക്കും. ബി.ജെ.പിയുടെ താമര വിരിഞ്ഞ കേരളത്തിലെ ഏക നിയമസഭാ മണ്ഡലമാണ് നേമം. കാസർഗോഡ്, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ കാലങ്ങളായി 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ബി.ജെ.പി നേമത്തിലൂടെയാണ് ലക്ഷ്യം കണ്ടത്. 2016 8671 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ അന്ന് നിയമസഭയിലെത്തി. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനും വി ശിവൻകുട്ടിയുമാണ് നേമത്തെ ഏറ്റുമുട്ടിയത്. കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിച്ചു. നേമത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. മറ്റെവിടെയെങ്കിലും ധാരണയുണ്ടാക്കി അവർക്ക് വോട്ട് മറിച്ചു കൊടുക്കാൻ UDF നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവൂ. CPM അന്ന് വാക്കുപാലിച്ചു. ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. 3949 വോട്ടുകൾക്ക് വി ശിവൻകുട്ടി കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചു. പൂട്ടിപ്പോയ അക്കൗണ്ട് വീണ്ടും തുറക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. നേമത്ത് ബി.ജെ.പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്കാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ തുറക്കാൻ പ്രയാസമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ബി.ജെ.പി അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. കുറെ നാളുകളായി നിയമം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേയും പാർട്ടി തീരുമാനം എടുക്കുന്നതിന് മുൻപേയും സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന രീതി മറ്റു മുന്നണികൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിയെ അറിയാൻ നമ്മൾ കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും.